ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഫേസ് മാസ്ക് ഷീറ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, ഞാൻ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിരുന്നേ ഉള്ളൂ. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവരെയും കൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഫേസ് മാസ്ക് ഷീറ്റാണ്, പല പല ഫ്ലേവേഴ്സിലും. ഇത് പപ്പായയാണ്, ഇത് കോക്കനട്ടിൻ്റെ ആണ്, ഇത് ടെർമറിക് ആണ്. നമ്മൾ ഫേസ് മാസ്ക് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഫേസ് മാസ്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്ലെൻസിങ് ആണ്. മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അതിന് നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം. ഫേസ് വാഷ് ആണെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ക്ലെൻസ് ചെയ്യാം. അതല്ല പയറുപൊടി ആണെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ക്ലെൻസ് ചെയ്യാം. പയറുപൊടി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ രണ്ടും കൂടിയാണ്, ക്ലെൻസിങ്ങും നടക്കും, അതോടൊപ്പം തന്നെ നമ്മളുടെ സ്കിൻ എക്സ്ഫോളിയേറ്റും കൂടെ നടക്കും, അതായത് സ്ക്രബും കൂടെ നടക്കും. അപ്പോൾ അത് സ്ക്രബും കൂടെ ചെയ്തതിന് ശേഷമാണ് ഈ മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ മാസ്കിന്റെ ഗുണം എന്ന് വെച്ചാൽ നല്ല മോയ്സ്ചറൈസിങ് കണ്ടന്റ് ഉള്ളതാണ്. അപ്പം നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചർ ആവും, അതോടൊപ്പം തന്നെ നല്ല ഹൈഡ്രേഷൻ കിട്ടും, അതോടൊപ്പം തന്നെ ആൻറ്റി ഏജിങ് പ്രിവെന്റ് ആണ്. അപ്പം ഇത് മൂന്നും ആണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഏത് സ്കിൻ മാസ്ക് ഷീറ്റ് എടുത്താലും ഇത് തന്നെയാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവും, പിന്നെന്ന് വെച്ചാൽ നന്നായിട്ട് നമുക്ക് മോയ്സ്ചറൈസർ നമുക്ക് തൊടുമ്പോൾ നല്ല സപ്പിളായിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ സ്കിന്നൊക്കെ. പിന്നെ നമുക്കൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ്. പപ്പായയാണ്, പപ്പായയിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി തന്നെയാണല്ലോ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ ഇതെടുക്കുക, ഇതൊന്ന് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇത് പൊളിക്കേണ്ട, ഇത് ഈ കവറൊന്ന് പൊളിക്കേണ്ട ഇത് കാണിക്കും. അപ്പം അത് നമ്മൾ ചെയ്യുക. അത് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിലൊരു ഒരു ഷീറ്റ് മാസ്ക് ഉണ്ടാവും, അത് നമ്മുടെ ഫേസിൻ്റെ അതേ ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം. കണ്ണും മൂക്കും വായൊക്കെ അതിനും ഉണ്ടാവും. ഓക്കെ, ആ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മുടെ നമ്മളുടെ ഫേസിൽ വരുന്ന രീതിയിൽ തന്നെ അത് നമ്മൾ അപ്ലൈ ചെയ്യാം. ഇതന്നെ ഒരു 10-15 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റ് ഒക്കെ നമുക്കത് വെയിറ്റ് ചെയ്യാം. അത് ഇട്ടിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. റിലാക്സ് ചെയ്യുന്ന സമയമാണെങ്കിൽ നമുക്കത് ജസ്റ്റ് നമ്മളത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ ആയതിനു ശേഷം നമ്മളത് പീൽ ചെയ്തെടുക്കുക. അതായത് ആ മാസ്ക് ഒന്ന് പീൽ ചെയ്തെടുക്കുക, എടുത്ത് കളയുക. അപ്പം നമ്മുടെ മുഖത്ത് ഫുള്ളായിട്ട് പൾപ്പ് ഉണ്ടാവും. ഇതിലുള്ള ജെല്ല് ടൈപ്പ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഫേസിൽ ഉണ്ടാവും. അത് നമ്മൾ വൈപ്പ് ചെയ്ത് കളയണ്ട, തുടച്ച് കളയാനും നിൽക്കണ്ട. ഇതുപോലത്തെ സ്റ്റോൺ ടൈപ്പ് ഫേഷ്യൽ മസാജർ കിട്ടും. അത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് വാങ്ങിച്ചത് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ചത്. ഇതിന് പ്രത്യേകം സ്പേസും കാര്യങ്ങളൊന്നും വേണ്ട, എവിടെയെങ്കിലും വെക്കുക. ഒരു തണുപ്പ് കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവണം. നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പർ വേർഡിൽ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാം, അപ്പർ ടു സൈഡ് വേർഡ് കേട്ടോ. ഈ താഴത്തുനിന്ന് ഈ സൈഡിലേക്കാണ് പോകേണ്ടത്, അങ്ങനെ തന്നെ മസാജ് ചെയ്യണം. അല്ലാണ്ട് ഇങ്ങനെ മുകളിലേക്കല്ല. ഇവിടെ നിന്ന് ഇപ്പം ഈ ഒരു പ്ലേസിൽ നിന്നാണ് നമ്മൾ മസാജ് ചെയ്യുന്നതെങ്കിൽ ഈ സൈഡിലേക്ക്, ഇവിടെ നിന്നാണെങ്കിൽ ഈ സൈഡിലേക്ക്. അപ്പർ വേർഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്, ഡൗൺ ടു സൈഡ്. ഓക്കെ, താഴത്തുനിന്ന് മുകളിലേക്ക്, പക്ഷെ അത് സൈഡ് വേസ് ആയിരിക്കണം. ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അങ്ങനെ തന്നെ നമ്മൾ മസാജ് ചെയ്യാൻ പഠിക്കണം. അപ്പം നന്നായിട്ട് മസാജ് ചെയ്ത് കൂളിംഗ് എഫക്റ്റ്, നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ, അതാണ് ഞാനിങ്ങനെ മസാജ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യാം. കണ്ണിൻ്റെ അടിയിലൊക്കെ നമുക്ക് കൊടുക്കാം. ഐ ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞു കിട്ടും. അവർക്ക് ക്ഷീണമുള്ളവർക്കാണെങ്കിൽ ഇത് മസ്റ്റായിട്ടും ചെയ്യട്ടെ. നല്ലൊരു ഫ്രഷ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ മേക്കപ്പിനൊക്കെ പോകുമ്പോൾ രാവിലെ അടിച്ച് പോകുന്നതല്ലേ, അപ്പം നമുക്ക് ഈ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് ലുക്ക് ഫീൽ ചെയ്യും. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് വെച്ചാൽ ക്ലെൻസ് ചെയ്യുക, സ്ക്രബ് ചെയ്യുക, ദെൻ ഇത് നമ്മൾ യൂസ് ചെയ്യുക, ഡയറക്റ്റ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം ഈ ഒരു പാക്കറ്റിൽ ഇഷ്ടംപോലെ ഉണ്ടാവും ഇതിൻ്റെ പൾപ്പ്. അപ്പോൾ ആ പൾപ്പും കൂടെ നമ്മൾ എടുക്കണേ. നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, സ്ക്വീസ് ചെയ്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം അത് ഈ മാസ്കിൻ്റെ മുകളിലേക്ക് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കളയാൻ പാടില്ല, അതും ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 ടൈപ്പാണ് ഇപ്പം എൻ്റെ അടുത്തുള്ളത്. ടെർമറിക്കിൻ്റെയും പപ്പായയുടെ നല്ലൊരു ഇത് ബ്രൈറ്റ്നെസ്സും കൂടെ കിട്ടും കേട്ടോ ഇത് ചെയ്താൽ. പിന്നെ ഇത് കോക്കനട്ട്, ഇത് ആൻറ്റി ഏജിങ് പ്രിവെൻ്റ് ആണ്. ആൻറ്റി ഏജിങ് ആണല്ലോ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഏജ് ആകുമ്പോഴാണ് നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. വയലൻസും അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
കുറച്ച് സമയം കണ്ടെത്തണം. അപ്പൊ ഇതിന് സമയം കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട. ഇത് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് റെഡിമെയ്ഡ് ആണ്, റെഡിമെയ്ഡ്. അപ്പൊ ഇത് വാങ്ങിക്കുക, ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി കേട്ടോ, അല്ല 2 തവണ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് മാസ്ക് ഷീറ്റ് മാസ്ക് ആണല്ലോ. അപ്പോൾ ഇത് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അത് ഗുഡ് ആയിക്കോട്ടെ ബാഡ് ആയിക്കോട്ടെ, നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്കുള്ള ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.